ശ്രീ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇതില് ദേവി മാഹാത്മ്യം, ദേവി ഭാഗവതം ഉത്തമം, ഇതില് ശ്രവണത്തിന്റെ വിശേഷങ്ങള്, അതിലെ ആദ്യത്തെ ഭാഗത്ത് പ്രഥമ സ്കന്ധത്തില് പുരാണത്തിന്റെ ലക്ഷണം. ഇത് വളരെ നവീനാണ്, ഭാഗവതത്തിന് ശേഷം വന്നിട്ടുള്ളതായതുകൊണ്ട് ഇതില് എന്താണ് പുരാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയുന്നത്. ശൃണന്തു സംപ്രവക്ഷ്യാമി പുരാണാനി മുനീശ്വര യഥാശ്രുതാനി തത്വേന വ്യാസ സത്യവതീ സുതനായിട്ടുള്ള വ്യാസനാൽ മദ്വയം മാ തുടങ്ങുന്ന രണ്ട് പുരാണങ്ങള്, ഭ ദ്വയം ചെയ്വ ഭ ത്രയം മകാരത്തിൽ തുടങ്ങുന്ന രണ്ട്, ഭായിൽ തുടങ്ങുന്ന രണ്ട്, വായിൽ തുടങ്ങുന്ന മൂന്ന്, വ തുടങ്ങുന്ന നാല്, ആ നാ ച ലിംഗ് ഗ കു സ്ക നി ഇത്രയും എന്തുണ്ട് പുരാണാണ്. അങ്ങനെ 18 പുരാണങ്ങൾ. മകാരത്തിൽ തുടങ്ങുന്ന രണ്ട് പുരാണങ്ങളാണ് മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. ഭായിൽ തുടങ്ങുന്ന രണ്ട് പുരാണങ്ങളാണ് ഭവിഷ്യപുരാണവും ഭാഗവത പുരാണം. വായിൽ തുടങ്ങുന്ന ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡം, ബ്രഹ്മവൈവർത്തം. വാ എന്ന് പറയുന്ന 4 പുരാണങ്ങള് വായുപുരാണം, വിഷ്ണുപുരാണം, വരാഹപുരാണം, വാമന പുരാണം. ആയിൽ തുടങ്ങുന്ന അഗ്നിപുരാണം, നാരദീയ പുരാണം, പത്മപുരാണം, ലിംഗപുരാണം, ഗാരുഡ പുരാണം, കൂർമ്മപുരാണം, സ്കന്ദപുരാണം. ഇങ്ങനെ 18 പുരാണങ്ങള് ആണ് പറയുന്നത്. അതിലെ 14 വത്സ്യമാദ്യം പ്രകീർത്തിതം തഥാ ഗ്രഹസഹസ്രന്തു മാർക്കണ്ഡേയം മഹാത്ഭുതം 14 തഥാ 500 ച ഭവിഷ്യം പാരിസംഖ്യാതം മുനിഭി തത്വദർശിഭി 18 വൈ പുണ്യം ഭാഗവതം കില തഥാ ച 5 പുരാണം ബ്രഹ്മസംജ്ഞകം 12 ബ്രഹ്മാണ്ഡം ച ശതാധികം തഥാ 18 ബ്രഹ്മവൈവർത്തമേവ ച അയുധം വാമനാഖ്യം ച വായവ്യം 600 ച 24 സഹസ്രാണി തു ശൗനകേ 23 വൈഷ്ണവം പരമാത്ഭുതം 24 വാരാഹം പരമാത്ഭുതം 16 പുരാണം ച അഗ്നിസംഹിതം 25 നാരദം പരമം മതം 55 പത്മാഖ്യം വിപുലം മതം 11 ലിംഗാഖ്യം ച അതിവിസ്തൃതം 19 ഗാരുഡം ഹരിഭാഷിതം 17 ച പുരാണം കൂർമ്മഭാഷിതം 81 സ്കന്ദാഖ്യം പരമാത്ഭുതം പുരാണാഖ്യോജ സംഖ്യ വിസ്തരേണ ഭയാനഖ. അങ്ങനെ 18 പുരാണാനി കൃത്വാ സത്യവതീ സുതഃ ഭാരതാഖ്യാനമുതൽ അതുലം ചക്രേ തത് ഉപബൃംഹിതം മന്വന്തരേഷു സർവേഷു ദ്വാപരേ യുഗേ പ്രാദുഃ കരോതി ധർമാർത്ഥി പുരാണാനി യഥാവിധി ദ്വാപരേ വിഷ്ണു വ്യാസരൂപേണ സർവദാ വേദമേകം ച ബഹുധാ കുരുതേ ഹിതകാമ്യയാ അല്പായുഷോ അല്പബുദ്ധിശ്ച വിപ്രാൻ ജ്ഞാത്വാ കലാവധ പുരാണ സംഹിതാം പുണ്യാം കുരുതേസു യുഗേ യുഗേ. പുരാണം എന്ന് പറയുന്നത് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ വന്നേ? അല്പായുഷ അല്പബുദ്ധിശ്ച വിപ്രാൻ ജ്ഞാത്വാ കലാവധ പുരാണ സംഹിതം പുണ്യം കുരുതേ അസൗ യുഗേ. ഓരോ യുഗത്തിലും എന്തുണ്ട്, ഇതിന് നമ്മുടെ കാലങ്ങള് വളരെ കുറവായതുകൊണ്ടും ഇത്രയധികം പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തുണ്ട്, ഈ തത്വങ്ങളൊക്കെ കഥാരൂപത്തില് മന്വന്തരേ സപ്തമേത ശുഭേ വൈവസ്വതാഭിതേ 28 പ്രാപ്തേ ദ്വാപരേ മുനിസത്തമാഹ വ്യാസ സത്യവതീ സൂനു ഗുരുർമേ ധർമ്മവിത്തമഹ 39 സംപ്രാപ്തേ ദ്രൗണർവ്യാസോ ഭവിഷ്യതി. ഇനി ഇപ്പോഴത്തെ സത്യവതീ സൂനം കഴിഞ്ഞ അടുത്ത ഇപ്പോഴത്തെ മന്വന്തരത്തിന്റെ പേര് വൈവസ്വത മന്വന്തരം എന്ന് പറയും. അങ്ങനെ ഓരോ യുഗത്തില് വരുന്ന ഇപ്പോ ഒട്ടാകെയുള്ള യുഗങ്ങള് 12,000 ചതുർയുഗങ്ങൾ കൂടിയ ഒരു ചതുർയുഗം. അങ്ങനെ 71 ചതുർയുഗം കൂടെ ഒരു മന്വന്തരായി. അങ്ങനെ ഓരോ മനുവിന് എന്തുണ്ട്, 14 മനുക്കളാ.
അങ്ങനെ 14 മനുക്കള് അടങ്ങുന്ന ഓരോന്ന് കഴിഞ്ഞാൽ എന്താവും? ഒരു ബ്രഹ്മകൽപ്പാവും. അങ്ങനെ 14 മനുക്കൾ കഴിയുമ്പോഴേക്കും എന്തായി? 14 മനുക്കള് കഴിഞ്ഞ ഒരു ബ്രഹ്മകൽപ്പം കഴിഞ്ഞാല് 994 അതിന്റെ സന്ധ്യ കൊണ്ട് 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ എന്തായി? ഒരു ബ്രഹ്മകൽപ്പായി. അങ്ങനെ ബ്രഹ്മാവിന് 100 വയസ്സുള്ള ബ്രഹ്മാവാണ്. 50 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ 50 കഴിഞ്ഞു. ഇപ്പോഴത്തെ കൽപ്പത്തിന്റെ പേര്, അതായത് 1000 മഹായുഗങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കൽപ്പത്തിന് ഓരോ പേരുണ്ട്. ഇപ്പോ 51ാമത്തെ കൽപ്പം, അതായത് ആയുഷഹ അർദ്ധമിതം, പകുതി കഴിഞ്ഞു. 51ാമത്തെ കൽപ്പത്തിലെ ഏത് കൽപ്പം? ശ്വേതവരാഹ കൽപ്പം എന്ന് പറയും. ഈ ശ്വേതവരാഹ കൽപ്പത്തില് 27ാമത്തെ ചതുർയുഗത്തില് 7ാമത്തെ മനു, 6 മനു കഴിഞ്ഞിട്ട് 7ാമത്തെ മനുവിന്റെ പേരാണ് വൈവസ്വത മനു എന്ന് പറയും. ആ വൈവസ്വത മന്വന്തരത്തില് എത്ര 71 മഹായുഗങ്ങളാണല്ലോ ഉള്ളത്. അഷ്ടാവിംശതമേ കലോയുഗേ. അപ്പോ 28ാമത്തെ ചതുർയുഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ മന്വന്തരത്തിലുള്ള ഇയാളുടെ പേരെന്താ? സത്യവതി സുതനായിട്ടുള്ള വ്യാസൻ. ദ്വാപരേ പ്രഥമേ വ്യസ്തം. അങ്ങനെ ഇഷ്ടം പോലെ മനുക്കളെയും ഇത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണദ്വൈപായന പ്രോക്തം പുരാണം ച യഥാശ്രുതം ശ്രീമദ് ഭാഗവതം പുണ്യം സർവദുഃഖ വിനാശനം കാമദം മോക്ഷതം ചെയ്വ വേദാർത്ഥ പരിബൃംഹിതം സർവ ആഗമ രസാരാമം മുമുക്ഷൂണാം സദാ പ്രിയം വ്യാസേന കൃത്വാ അതിശുഭം പുരാണം ശുകായ പുത്രായ മഹാത്മനേയത് വൈരാഗ്യയുക്തായ ച പാഠിതം വൈ വിജ്ഞായ ച ഏവ അരണിസംഭവായ ശ്രുതമ്മയ. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഭാഗവതം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ശ്രവണം ചെയ്യണം. അങ്ങനെ ഈ ശ്രവണത്തിന്റെ ആ ഒരു വിശേഷം, 18 പുരാണങ്ങള്, പദ്വയം, അങ്ങനെയുള്ള 18 അഗ്നിപുരാണം വരെയുള്ള പുരാണങ്ങള്, 18 പുരാണങ്ങള്. ആ പുരാണങ്ങൾ എന്ത് വേണം? നമ്മൾ എന്ത് വേണം? ചെവിയിലെ കൂടി കേൾക്കണം. ആ കേൾക്കുന്നതിന്റെ കാര്യം പറയുന്നത്, യപ്രാപ്യ കർണയുഗളം മാനുഷത്വേ രാഗീ ശൃണോതി സതതം ച പരാപവാദാൻ സർവാർത്ഥം രസനിധിം വിമലം പുരാണം നഷ്ടകുതോന ശൃണുതേ ഭുവി മന്ദബുദ്ധി. നമുക്കെന്താണ്? എത്ര മനുഷ്യജന്മത്തില് നമുക്ക് സമർത്ഥമായിട്ട് 2 കാതുകൾ ഉണ്ടായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാണ്ടിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ കേൾക്കാണ്ടിരുന്നാൽ നമ്മളെന്താണ്? നിർഭാഗ്യവാന്മാര്. ഈ ലോകത്ത് എന്തുകൊണ്ട് നമ്മൾ ഇത് കേൾക്കുന്നില്ല? അതുകൊണ്ട് എന്ത് വേണം? നിർബന്ധമായിട്ട് ഇത് കേൾക്കണം. ഇത് കേൾക്കാത്തവരെന്താണ്? നഷ്ടകുതോന ശൃണുത. ഇത് കേൾക്കാത്തവരെന്താണ്? മന്ദബുദ്ധികളാണ്. ബുദ്ധി നശിച്ചവനായിട്ടുള്ള മനുഷ്യജന്മം എന്ന് പറയുന്നത് എന്തായി? അത് പ്രയോജനമില്ലാത്ത രീതിയിൽ ആയി പോകുന്നു പറഞ്ഞിട്ട് ദേവി ഭാഗവതത്തിലെ ഈ അധ്യായം കൂടെ സമാപിച്ചിട്ട് പിന്നെ ഈ തരത്തിലുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോ തരത്തിലുള്ള കഥകള്, ആ കഥകളില് എല്ലാം എന്താ വിശേഷത്തിൽ പറയുന്നത്? ദേവിയുടെ മാഹാത്മ്യം, അതുപോലെ ദേവിയുടെ വിശേഷങ്ങള്, ഗുണഗണങ്ങളാ പറയുന്നത്. അപ്പോ ഇതില് കാര്യമായിട്ട് പറയുന്നത്, ഇനി പറയുന്ന വിഷയങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകള്, നമ്മുടെ ശരീരം, നമ്മുടെ പ്രവൃത്തികള്, ഇതെല്ലാം ആരാണ്? ഈ ശക്തി സ്വരൂപിണിയുടെ എന്താണ് ഒരു പ്രേരണ കൊണ്ടും അല്ലെങ്കിൽ ഈ ശക്തി സ്വരൂപിണി ഇഷ്ടം കൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നടക്കുന്നത്. ഈ ദേവി ഭാഗവതത്തിൽ എങ്ങനെ പറയുന്നത് വെച്ചാല്, നമ്മുടെ ശരീരത്തിൽ തന്നെ ആരുണ്ട്? അന്വേഷിക്കാൻ പോണ്ട, നിങ്ങൾ അന്വേഷിക്കാൻ പോണ്ട. ഈ ദേവത നമ്മുടെ ശരീരത്തിൽ തന്നെ കുടികൊള്ളുന്ന ദേവതയാണ്. ആര്? ഈ ദേവി എന്ന് പറയുന്ന ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവത. നമുക്ക് ഓരോ അവയവത്തിനും, അതായത് ഓരോ രോമകൂപത്തിനടക്കം എന്തുണ്ട്? അത് ആവശ്യത്തിന് നമുക്ക് എന്തുണ്ട്? ഒരു വികാരങ്ങൾ വരുമ്പോൾ രോമം എഴുന്നേറ്റ് നിൽക്കേണ്ട ശക്തി, അതായത് ആപാദ ചൂടം ഓരോ ദിക്കിലും പ്രത്യേകമായിട്ടും. പിന്നെയോ അതിന് എന്ത് പറയുന്നുണ്ട്? അതിന് വേറെ ഒരു വിരലിൽ ഇതുണ്ട്, അത് നമുക്ക് വേറെ മടക്കാൻ പറ്റും, അല്ലെങ്കിൽ എടുക്കാൻ പറ്റും, സൂചിയിൽ നൂല് പോക്കാൻ പറ്റും. അത്തരത്തിലുള്ള സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ദേവതയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങി, നാളെ രാവിലെ നമ്മൾ ഉറങ്ങേണ്ടിട്ടു. ആ ഉറങ്ങുന്ന സമയത്ത് നമ്മളത് അറിയുന്നില്ല, ഈ ലോകത്തൊന്നും അറിയുന്നില്ലെങ്കിലും സുഖമഹമസ്വാപ്സം നകിഞ്ചിതവേദിഷം, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ അറിയുന്നുണ്ട്, ഇല്ലേ? പ്രാഗ് അസ്വാപ്സമിതി പ്രബോധസമേ എപ്രത്യഭിജ്ഞായത്. ഞാൻ നന്നായിട്ട് ഉറങ്ങി, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അറിയുന്നുണ്ട്. ആ സമയത്ത് നമ്മളൊന്നും അറിഞ്ഞിട്ടെങ്കിലും നമുക്കൊന്നും
അറിഞ്ഞിട്ടാന്ന് നമ്മൾ ഉറങ്ങിയണീറ്റ സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട് പഴയ കാര്യങ്ങളൊന്നും എന്താവുന്നില്ല, തോന്നൂല നമുക്ക്. അതാണ് അതിലാണ് എന്താണ് അങ്ങനെയുള്ള നമ്മളെ ജാഗ്രത അവസ്ഥ. സ്വപ്നെ ജാഗ്രതവായേഷു പുരുഷോ മായാപരിഭ്രാമിത. അത്തരത്തിലുള്ള ദക്ഷിണാമൂർത്തിയുടെ പത്നിയാണല്ലോ ഈ ശക്തി സ്വരൂപിണി. ആ നമ്മൾ ഈ രൂപത്തില് നിലനിർത്തിയിട്ട് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നു, രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എഴുന്നേൽക്കുന്നു. നമുക്ക് പഴയ കാര്യങ്ങളൊന്നും മറക്കുന്നുമില്ല. സുഖമഹമസ്വാപ്സം, നന്നായിട്ട് ഉറങ്ങി നോക്കുന്നിട്ട് തോന്നുന്നുണ്ട്. ഒന്നും അറിഞ്ഞിട്ടാ നമ്മൾ പറയുകയും ചെയ്തു. നമ്മൾ അതാ മായ എന്ന് പറയുന്നത്, നമ്മളൊന്നും അറിഞ്ഞിരിക്കുന്നത് ഞാൻ നന്നായിട്ട് ഉറങ്ങി, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ അറിവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമുക്കെന്തുണ്ട്, വിശ്രാന്തി എന്നുള്ള സാധനം ആ ശക്തി തരുന്നുണ്ട്. അത്തരത്തില് ആപാദചൂടം നിറഞ്ഞു നിൽക്കുന്ന ഈ ശക്തി സ്വരൂപിണി എവിടുന്നാ നമ്മൾ പ്രവർത്തിക്കുന്നത്? അതില് മഹീമൂലാധാരേ കമപി മണിപൂരേ ഉദവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃതിമരുതമാകാശമുപരി മനോവിഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ. അതില് ഇത്രയും ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ മധു, കൈടകൻ മുതലായ അസുരന്മാരൊക്കെ ഹനിച്ചു എന്നും അല്ലെങ്കിൽ വേറെ അസുരന്മാരെ കൊന്നു നശിപ്പിച്ചു എന്നും, എന്താ ഈ അസുരൻ ദേവെന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ അറിയില്ല. ഇപ്പോ ഈ ദേവാസുരന്മാര് എന്നൊക്കെ കഥകളിൽ പറയുന്നത് കഥായി മാസ്റ്റർ അത്രയില്ല, കഥയുടെ വാല്യൂ മാത്രമേ ഉള്ളൂ. ബാക്കി എന്താ സത്യത്തിൽ എന്താ നടക്കുന്നത് വെച്ചാല് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മള് കൃതയുഗത്തില് എവിടെ ഉണ്ടായിരുന്നത്? ദേവന്മാര് മേലെ അല്ലെ, അസുരന്മാരുടെ താഴെ നരസിംഹാവതാരം എടുത്ത് ആര് വന്നു, അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ദേവതകൾ അവതാരം എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അസുരന്മാരെ കൊല്ലുകയെന്ന് അല്ലെ. ദേവലോകത്ത് നിന്ന് അസുരൻ പുറപ്പെടുന്നു, ഇവിടെ ഭൂമിയിലേക്ക് വരുന്ന ആ അസുരനെ ഒന്നിട്ട് ദേവൻ എന്ത് ചെയ്യും, തിരിച്ചിട്ട് വരെ പോലെ പോകുന്നുണ്ട്. അതേടെ അത് കൃതയുഗം അങ്ങനെയുള്ള കാലത്താണ്. ത്രേതായുഗത്തിലാവുമ്പോ എന്തായി ഒന്ന് ആലോചിച്ച് നോക്കണം. ത്രേതായുഗത്തിലാവുമ്പോ അയോധ്യയില് ശ്രീരാമൻ ഉണ്ടായി അല്ലെ. ശ്രീലങ്കയില് ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചു? അവിടെ രാവണനുണ്ട്. 2 രാജ്യത്തായിരുന്നു. അയോധ്യയില് ശ്രീരാമൻ, ദേവൻ ഈട അയോധ്യയില്, ശ്രീരാമൻ അയോധ്യയില്, നമ്മുടെ രാവണൻ ലങ്കയില്. 2 രാജ്യത്ത് വേറെ 2 രാജ്യത്തായിട്ടായി. അങ്ങനെ ശ്രീരാമൻ എന്തായി ഇടുന്ന് അവിടെ പോയി ഈ ശത്രു സംഹാരം ചെയ്തിരുന്നതായി ലോകത്തിനെ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവന്മാര് 2 രാജ്യത്തായിരുന്നു. അന്ന് 2 ലോകത്തായിരുന്നു, ഇത് 2 രാജ്യത്തായി. കുറച്ചു കഴിഞ്ഞു ദ്വാപരയുഗം വന്നു. എന്താ സംഭവിച്ച ഈ ധൃതരാഷ്ട്രനും അങ്ങനെയുള്ള ഒരു ദുര്യോധനം മുതലായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഭാഗത്ത്, നമ്മുടെ പാണ്ഡവന്മാര് എന്നിട്ട് യുധിഷ്ഠിരൻ മുതലായിട്ടുള്ള ആൾക്കാരും അവരെ സെറ്റുള്ള വേറൊരു ഭാഗത്ത്. അപ്പൊ ഒരു കുടുംബത്തിനുണ്ടായി, ദേവനും അസുരനും ഏടെത്തി ഒരൊറ്റ കുടുംബത്തിനുണ്ടായി. ഈ ഒരു കുടുംബത്തിനുള്ളിലാവുമ്പോൾ എന്ത് സംഭവിച്ചു? ഇതിനുള്ളിൽ തന്നെ തല്ലുന്നത്. ഒരേ കുടുംബത്തിനുള്ളിൽ തന്നെ ദേവന്മാരും അസുരന്മാരും വന്നു. കുറച്ച് കഴിഞ്ഞു കലിയുഗാകുമ്പോഴെന്തായി? രാവിലത്തെ രാധാകൃഷ്ണനല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ അസുര ഗുണങ്ങൾ വരാനും സാധ്യതയുണ്ട്. വിശ്വസിച്ചൂടാ, എന്നെ വരെ എന്തെങ്കിലും ഇറക്കേണ്ട വിശ്വസിച്ചൂടാന്ന് അർത്ഥം. രാവിലത്തെ ആളല്ല, രാവിലെ കുറച്ച് ദേവഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് ദേവഗുണം, രാവിലെ അസുര ഗുണമായിരിക്കും. നമുക്ക് ഒരേ മനുഷ്യന്റെ ഒരേ 2 ദിക്കിലായിട്ട് തോന്നുന്നു. ഒരേ മനുഷ്യന്റെ ഒരേ സ്ഥലത്ത് എന്ത് വന്നു? ഈ ദേവനും അസുരനും ഒരേ ദിക്കിൽ തന്നെ വന്നു. അതായത് 2 ലോകത്തുണ്ടായിട്ട് ആൾക്കാര് ഒരു മനുഷ്യനിലേക്ക് എന്തായി കലിയുഗാകുമ്പോഴേക്ക് ചുരുക്കി എത്തി എന്നുള്ളതാണ് ഈ ദേവാസുര സംഘർഷണം എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോ ദേവൻ എന്ന് പറയുന്നത് എന്താ? അത് വലിയ ഗുണങ്ങളാണ്. അസുരൻ എന്ന് പറയുന്നത് എന്താ? വലിയ ദോഷങ്ങളാണ്. അപ്പോ നല്ല ഗുണങ്ങൾ വളർത്തിയാൽ ആസുരങ്ങൾ എന്തായി പോകും? അതായത് സുര ഭിന്നമായിട്ട് അസുരൻ. ഈ അസുരങ്ങളായിട്ട് എന്താവണം? അത് പോണം. അപ്പോ പോണെങ്കിൽ അതാണ് ഇവിടെ ഇതില് ആ തത്വം ആദിശങ്കര ഭഗവത് ഇപ്പൊ സ്മരിക്കുന്ന സമയം ശങ്കര ജയന്തി വരണായല്ലോ. അപ്പോ ഈ ശങ്കര ഭഗവത് പാദാചാര്യന്റെ ഈ പുരാണത്തിന്റെ തത്വത്തിൽ അത് പറയുന്നത് മഹീമൂലാധാരേ, മഹീതൻ ഭൂമി, മൂലാധാരേ കമപി മണിപൂരേ ഹൃതവഹം. മണിപൂരാമെന്തായി? അഗ്നി. സ്ഥിതം സ്വാധിഷ്ഠാനാകുമ്പോ ആകാശഭൂതം. ഹൃതി മരുതം ആകാശമുപരി. ഹൃദയത്തിൽ എന്താകുമ്പോന്തായി? മരുത്ത് വായുരൂപത്തിലായി. മനോവിഭ്രൂമധ്യേ, ഇവിടെ ഭ്രൂ 2 പുരികത്തിന്റെ നെടുക്കാണ് ദേവത നിൽക്കുന്നത്. സകലമിത്വാ കുലപഥം സഹസ്രാരേ പത്മേ. ആടെയാണ് നിന്ന് അവിടെ എത്തുമ്പോഴെന്തുള്ളൂ യഥാർത്ഥമായിട്ട് ആനന്ദം ശിവനോട് കൂടിയിട്ടുള്ള പാർവതിയുടെ ഉള്ള സഹസ്രാര പത്മത്തില് അവിടെ സഹരഹസി പത്യാവിഹരസെ. അപ്പോ നമ്മൾ എവിടെ എത്തണം? ഈ ഏറ്റവും താഴെ എന്നുള്ള നിലയിൽ നിന്ന് നമ്മൾ സഹസ്രാര പത്മം വരെയുള്ള ലെവലിൽ എത്തണം. അതായത് ഈ ദേവി ഭാഗവതം, യോഗശാസ്ത്രം,
അത് വാസുദേവ നമ്പൂരിയൊക്കെ കുറെ കുറച്ചുകൂടെ നന്നായി, ഞാൻ പറയുന്നേക്കാൾ നന്നായിട്ട് പറയും. അപ്പോ ഇതില് നമ്മുടെ ശരീരത്തിൽ തന്നെ അന്വേഷിക്കാൻ പോണ്ടെന്നർത്ഥം. ഇത് ദേവത ഏടെയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണ്ട, നമുക്ക് അന്വേഷിക്കാൻ പോണ്ട. അപ്പോ അത്തരത്തിലാണ് എന്തുണ്ട് ഈ കഥകള് അസുരന്മാരെ വധിക്കുന്നതും ദേവഗുണങ്ങള് ഉണ്ടാക്കുന്നത് എന്താണ്, ഈ ശക്തി സ്വരൂപിണി നമ്മളിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് വരുന്ന ഭാഗങ്ങള്. അതായത് മധു എന്ന് പറഞ്ഞാൽ എന്താ, നല്ല മധുരമുള്ള അതല്ലേ മധു തേൻ എന്ന് പറയുന്നത്. കീടത്തിനത് കൈടഭൻ അല്ലെ, നമ്മളിപ്പോ പലതരത്തിലുള്ളത് ഒന്ന് ചീഞ്ഞിട്ടാണെന്ന് വളാവുന്നു അല്ലെ, അങ്ങനെയുള്ള ഭക്ഷിക്കുന്നു, നമ്മൾ മധുരാൻ ധരിക്കുന്നു, അത് വേറെ രൂപം മാറിയിട്ട് ഇല്ലേ എന്തെല്ലോ തരത്തിലുള്ള ചാണകവും വളവും പലതും ഇട്ടിട്ടാന്താവുന്ന കായ് ആവുന്നു. ആ കായ് പഴുത്തിട്ട് പഴം, അത് നമ്മൾ വളരെ വിശേഷമായി നമ്മൾ കഴിക്കുന്നുണ്ട്. അത് അപ്പോഴേക്കും മധുവായി അല്ലെ, അത് കാണുമ്പോൾ നമുക്ക് അതിനോട് ഭ്രമവും വരുന്നുണ്ട്. അത്തരത്തിലുള്ള നമ്മുടെ ഈ ഭൂതങ്ങളില്, അതായത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പരിവർത്തനങ്ങളെ കൊണ്ടും അതായത് മാറ്റങ്ങളെ കൊണ്ടും ഇതിലെന്താണ് ഒരു തരത്തിലുള്ള, ഇന്നലെ പറഞ്ഞല്ലോ ഇതിലൊരു തരത്തിലുള്ള മാറ്റങ്ങളാണ്. ഇതിനെന്താ പറയാം, ഇതിലെ ഒന്ന് രൂപം മാറി വേറൊന്ന് വരുന്നതാണ്. അതിലെന്തുണ്ട്, അതിൽ ആ തരത്തിലുള്ള ശക്തി, ഒന്നുകിൽ നമ്മളെ പിടിക്കേണ്ട ശക്തി, ഒന്നുകിൽ നമ്മളെ വായു പിടിക്കും, ഇല്ലെങ്കിൽ നമ്മളെ കണ്ടുപിടിക്കും, ഇല്ലെങ്കിൽ നമ്മളെ കാത് പിടിക്കും, ഇല്ലെങ്കിൽ നമ്മളെ തോല് പിടിക്കും. അത് വന്നാൽ എന്തുണ്ട്, ഒരു ഇന്ദ്രിയം അതിനെപ്പറ്റി ആകർഷിക്കും. ആ ആകർഷിക്കാനുള്ള ശക്തി, ആ ശക്തി ആര് കൊടുത്തതാ, ജഗദമ്പി കൊടുത്ത ശക്തിയാണ്. ആ ശക്തി എവിടെയുണ്ട്, നമ്മൾ അന്വേഷിക്കാൻ പോണ്ട, നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. ആ ശ്ലോകാന്ന് പറയുന്നത് ഈ മഹിമൂലാധാരേ കമ്പണിപൂരേ ഹൃദവം എന്നുള്ളത്. ഇത് തന്നെ കുറച്ചുകൂടി വിസ്തരിച്ചിട്ട് എവിടെ പറയുന്നുണ്ട്, സഹസ്രാമത്തിൽ മുമ്പ് ഞാൻ സഹസ്രാമ ഉപന്യാസത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോ ഈ ഇതിൽ തന്നെ പറയുന്ന കാര്യങ്ങള്, അതായത് ശത്രു സംഹാരം എന്ന് പറയുന്ന ഈ ഒരു നടത്തുന്ന ദേവത, ഏത് ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മധു, കൈടഭൻ, അതങ്ങനെ രക്തബീജൻ, അത്തരത്തിലുള്ള ഓരോ തരത്തിലുള്ള അസുരന്മാര് എന്ന് പറയുന്നത്, അതിന് കലിയുഗത്തിൽ അതിന്റെ പേരെന്താ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഇത്തരത്തിലുള്ള അരിഷഡ് വർഗങ്ങൾ എന്ന് പറയും. അതെന്തായി, ഈ അസുരൻ എന്ന് പറയുന്ന ഒരാളിങ്ങനെ നേരിട്ട് വന്നിട്ട് എന്തില്ല, നിങ്ങളെ സന്ധ്യാവന്തനത്തിനോ അല്ലെങ്കിൽ നിങ്ങളെ നിത്യകർമ്മ അങ്ങനെ പറയുന്നത്. അന്ന് കുറെ ആൾക്കാർ സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടായിരുന്നു. അവർക്ക് എന്ത് ചെയ്തു, അസുരന്മാർ കുറെ ദ്രോഹിച്ചു. ആ അസുരന്മാരുടെ ശല്യം സഹിക്കാണ്ട് മഹാവിഷ്ണു അല്ലെങ്കിൽ ദേവീനെ തപസ് ചെയ്തു, ദേവി പ്രത്യക്ഷപ്പെട്ടു, അസുരന്മാരൊക്കെ അല്ല. ഇപ്പോഴങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ സ്വയം നമ്മളിൽ അസുര ഗുണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അനുഷ്ഠാനങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളിലോ കുറേശ്ശെ റിലാക്സ്, നാളെ ആവാം, പിന്നെ ആവാം, നോക്കാം, ഒഴിവൊഴിവ് എല്ലാവരും ഒഴിവൊഴിവാക്കാൻ അതൊരു അസുര ഗുണമാണ്. ആലസ്യം ഹി മനുഷ്യാണാം ഹൃദയസ്ഥോ മഹാരിപോകും അല്ലെ. ഈ ആലസ്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹൃദയത്തിലുള്ള മഹാശത്രുവായിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, അത് പെടാണ്ടിരിക്കൂല. അങ്ങനെ പെട്ടാന്തായി എല്ലാവരും എക്സ്ക്യൂസ്, പിന്നെ വേറെ വഴിയില്ലല്ലോ ജീവിച്ചുകൊണ്ട്, അപ്പൊ അത് ചെയ്യുമ്പോൾ കുറച്ച് ജീവിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഈ ശത്രുക്കളിലെ ഒന്നിനോട് നമുക്ക് വരുന്ന അമിതമായ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സരം. അപ്പോ ഇതിൽ നിന്ന് ഈ 6 കാര്യം നമുക്ക് എന്താ ഉണ്ടാവുന്നത്, കാമം നമ്മുടെ ഓരോന്നിനോടുള്ള നമ്മുടെ എന്താ പറയണ്ടേ അത്യാഗ്രഹം അല്ലെങ്കിൽ അത്യാർത്തി, അതിനാന്ന് പറയുന്നത് കാമം എന്ന് പറയുന്നത്. ഇവിടെ ഇതാ ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങൾ മാത്രമല്ല. ക്രോധം എന്ന് പറഞ്ഞാൽ എന്താ, അത് നമുക്ക് കിട്ടാണ്ട് വന്നാലുള്ള വിഷമം, അതാണ് ക്രോധം. ക്രോധാത് ഭവതി സംഘാത് സഞ്ജായതേ കാമഹ, ഭഗവത്ഗീത എടുത്തിട്ടുണ്ടത്. സംഘാത് സഞ്ജായതേ കാമഹ, കാമാത് ക്രോധോഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി അല്ലെ. ഇത്തരത്തിലാണ് നമ്മൾ അസുരഗുണം പിടിക്കുന്നത്. ഈ അസുരഗുണം പിടിക്കുന്നത് സംഘാത് സഞ്ജായതേ കാമഹ, ഒന്നിനോട് നമുക്ക് തോന്നുന്നു ഒരാഗ്രഹം വന്നു, അത് ശരി, നമ്മുടെ മനസ്സിലത് പെട്ടു, അതാണല്ലോ സംഘം എന്ന് പറയുന്നത്. സാംസങ് എന്ന് പറയുന്നില്ലേ, സമസംഘ, അതാണ് സാംസങ്. എല്ലാവരുടെ ഒരുപോലെ സംഘം ചെയ്യും. അതുകൊണ്ടാണ് എന്റെ പേരെന്നെ എങ്ങനെയാണ്, സംഘം എന്നാ പേര്. അപ്പൊ ആ സാംസങ് റെഫ്രിജറേറ്റർ ആയിട്ടും മൊബൈലായിട്ടോ മറ്റേ ഐഫോൺ പല രൂപത്തിലുള്ള സംഘം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പേര് അങ്ങനെ വന്നേ. അപ്പോ അത്തരത്തിലുള്ള ഒരു സംഘാത്, അതിനോട് നമുക്ക് വരുന്ന ഒരു ചേർച്ച കൊണ്ട് നമുക്ക് എന്ത് വരും, അത് ചേരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വില കൊടുത്ത് മേടിക്കണമെന്നില്ല. നമ്മുടെ മനസ്സിലേക്ക് പോയാൽ തന്നെ എന്തായി, അത് ചേർച്ച ഒരു വസ്തു അത് നല്ല, അത് എത്രയും ഉണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ പറഞ്ഞാൽ മതി, എത്രയും ഉണ്ട്, ആ നല്ല തേങ്ങയാണല്ലോ പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്നോട് തോന്നുന്നു സംഘം വന്നു. സംഘാത് സഞ്ജായത്തെ അങ്ങനെ വന്നാൽ തോന്നും അത് വേണം തോന്നും. കാമഹ, ആ കാമം അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാണ്ട്, അത് മീൻസ് നമ്മുടെ വാൺസ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാണ്ട് തോന്നുന്നു. നമ്മൾ എന്തോരും ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. ആരോട് വെളിച്ചമ്മയോട് ആദ്യം ദേഷ്യം വരും, കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ആളുകൾ ദേഷ്യപ്പെട്ട ചിലപ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട്. വെളിച്ചമ്മ പഠിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് ദേഷ്യപ്പെടാവുന്ന
ഒരേ ഒരു വസ്തു ആരാന്ന് വെളിച്ചമ്മ. അതുകൊണ്ട് എന്തായി, നിങ്ങൾക്ക് ഇഷ്ടംപോലെ എന്ത് ചെയ്യാം, ദേഷ്യപ്പെടാനുള്ള അവകാശം തന്നിട്ടുണ്ട്, ദേഷ്യപ്പെട്ടു. അങ്ങനെ എന്തായി, സംഘാത് സഞ്ജായതേ കാമഹ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ. അങ്ങനെ ക്രോധം വരുന്നത് എന്താവും, മോഹത്തിന്റെ മേലെ മോഹം. സമ്മോഹ സ്മൃതി വിഭ്രമ. അങ്ങനെ എന്താവും, നമുക്ക് എന്താവും, അത് കിട്ടണേന്നില്ല, അത്യാർത്ഥി മൂത്തുമൂത്തിനെന്ത് ബുദ്ധിക്ക് തന്നെ ഒരു ഭ്രമം വരും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. ബുദ്ധി ഒട്ടവരിയിൽ പോയില്ലേ, ബുദ്ധിനാശ പ്രണശ്യതി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഈ ഭാഗവതത്തിന്റെ തത്വം തന്നെ അത് ഇപ്പുറത്തും വന്നിട്ടില്ല. ആറ് അസുരന്മാര് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഇത്തരത്തിലുള്ള ഈ 6 ശത്രുക്കള്, 6 അസുരന്മാര് എന്താ ഉണ്ടാക്കുന്നത്? ഔത്സുക്യം, മോഹം, അരതി എന്ന് ആര് പറയുന്നുണ്ട്? അഷ്ടാംഗ പറയുന്നുണ്ട്. ഔത്സുക്യമോഹാരതിജാന രാഗാതിരോഗാൻ സതതാനുഷക്താൻ രാഗാതിരോഗാൻ അശേഷകായ പ്രസിദ്ധാൻ. നമ്മുടെ ശരീരത്തിൽ നിന്നിട്ട് രാഗാതി രോഗങ്ങളല്ല, ജ്വരവും മറ്റുള്ള രോഗങ്ങളല്ല, അതിനേക്കാൾ വലിയ രോഗങ്ങൾ വരെ പ്രധാനം. പനിയും തലവേദനയും വയറുവേദന അല്ല രോഗങ്ങള്, രാഗാദികളെ രോഗം എന്ന് അയാൾ പറയാം. രാഗാതി രോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസിദ്ധാനശേഷാൻ ഔത്സുക്യമോഹാരതിതാൻ ജഖാന യോപൂർവ വൈദ്യായ നമോസ്തസ്മൈ. അങ്ങനത്തെ ഒരു അപൂർവ വൈദ്യരുണ്ടെങ്കിൽ അയാളെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ അയാള് അങ്ങനെ ശ്രദ്ധിക്കുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തില്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സില്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവില്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളില് നിങ്ങൾക്ക് എങ്ങനെ വേണം അതിനെന്ത് ചെയ്യാം, ഓരോ പദങ്ങൾ നമുക്ക് കൊടുക്കാം. ആ കൊടുത്താല് അതിൽ നമുക്ക് വരുന്നത് എന്താ, ഈ 6 തരത്തിലുള്ള രോഗങ്ങള്, അല്ലെങ്കിൽ 6 തരത്തിലുള്ള ശത്രുക്കള്, അല്ലെങ്കിൽ 6 തരത്തിലുള്ള അസുരന്മാര്. ഈ 6 തരത്തിലുള്ള അസുരന്മാരാ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി നമ്മൾ കളയണം. അങ്ങനെ കളഞ്ഞാൽ, അങ്ങനെ ആയാല് എന്തായി, അതും ഈ കുറച്ചുകൂടി ഗീതയിൽ നല്ല ഉദാഹരണം പറയുന്നുണ്ട്. ഇത് ഈ ഭാഗവതത്തിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ദേവി അസുരനെ നിഗ്രഹിക്കുന്നത് പോലെ തന്നെ, എന്താ പറയണ്ടേ, അസുരനെ നിഗ്രഹിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, വീതരാഗ ഭയക്രോധ. അപ്പോ നമ്മൾ കുറച്ച് പരിശീലിക്കണം. അതിന് പരിശീലിക്കേണ്ട തരത്തിൽ എന്ത് വേണം, ദേവിയിലെ ശരണാഗതി, ദേവിയുടെ ഭക്തി, അല്ലെങ്കിൽ ദേവതയുടെ ഭക്തി ഉണ്ടായ എന്തായി, അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ വന്നാൽ എന്താവും, ദുഃഖേശ്വര ദിഗ്ഗമനാഹ. ദുഃഖത്തിൽ എന്ത് വരില്ല, നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, അനങ്ങിപ്പോവില്ല. ദുഃഖത്തിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സങ്കടപ്പെടാനില്ല, നമുക്ക് ധൈര്യമായിട്ട് നേരിടുന്നുണ്ട്. ഈ ദുഃഖം വന്നിട്ട് അർജുനൻ വന്നിട്ട് താടിക്കൈ കൊടുക്കുന്നില്ല, അതുപോലെ താടിക്കൈ കൊടുക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദുഃഖേശ്വര ദിഗ്ഗമന, അതിനെ സഞ്ചരിക്കാനേ പാടില്ല. അത് വിചാരിച്ചിട്ടോ സുഖം വന്ന് ചിലപ്പോൾ വീഴാനും പാടില്ല. സുഖേഷു വിഗത സ്പൃഹ, അതിലെന്ത് ചെയ്യാൻ പാടില്ല, വീഴാനും പാടില്ല. ആ സുഖത്തിൽ നമുക്ക് കാമം, അത്യാസക്തി വരാനും പാടില്ല. ഇനി ഈ ഭാഗമാണ്, ഈ 3 അസുരന്മാരാണ്. രാഗ ഭയ ക്രോധ. ഇവിടെ എത്തുമ്പോൾ എന്തായി, രാഗം, ഒന്നിനോടുള്ള അത്യാർത്തി, ഒന്നിനോടുള്ള ഭയം, ഒന്നിനോടുള്ള ക്രോധം. നേരത്തെ പറഞ്ഞത് തന്നെ ഈ 3 വസ്തുക്കൾ എന്തുണ്ടാവാൻ പാടില്ല, വീതരാഗ, വീതഭയ, വീതക്രോധ. ഈ തരത്തിലുള്ള 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാകണം. വീതരാഗ ഭയക്രോധ. അങ്ങനെ ഉണ്ടായി, അങ്ങനെ സ്ഥിരമായിട്ടൊരു ബുദ്ധി ഉണ്ടാവാൻ ആര് സഹായിക്കണം, ഈ ജഗദംബിക സഹായിക്കണം. ഈ ജഗദംബിക ഏതൊക്കെ രൂപത്തില് നമ്മളെ ശരീരത്തിലുണ്ട് എന്നുള്ളത് ദേവി ഭാഗവതത്തിലും സഹസ്രനാമത്തിലും ബാക്കിയുള്ള പല രൂപത്തിലും കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ ദേവിയുടെ ഓരോ അവസ്ഥാവിശേഷങ്ങള് നമ്മുടെ ശരീരത്തില് എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞില്ലേ, മഹിമൂലാദ, മറ്റേ മധ്യമാവൈഖരി രൂപ, ഭക്തമാന സാംസിക, കാമേശ്വര പ്രാണനാടി, കൃതജ്ഞ, കാമപൂജിത. ആ ശരീരത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ആ ദേവി നമുക്ക് എങ്ങനെയാണ് നമുക്കത് ചെയ്യുന്നത്, ഇങ്ങനെ ഈ ഭാഗവത തത്വത്തിൽ പറയുന്നത് നമ്മുടെ ഇച്ഛാ, ജ്ഞാനം, ക്രിയ. അതാണ് പറയുന്നത് സരസ്വതി, ലക്ഷ്മി, ദുർഗ, 3 എണ്ണം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അപ്പോ ആദ്യം എന്താണ്, ജ്ഞാനം, അറിവ്, സരസ്വതി. ഇച്ഛ, അതുപോലെ തന്നെ നമ്മുടെ സ്ഥിതി. ഇപ്പൊ ആഗ്രഹിക്കണ്ടേ, അത് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ളത് ഇത് വരണ്ടേ, ആ പ്രതീതി വരണം. അപ്പൊ അത്തരത്തിലൊരു ഊണ് കഴിക്കണം, അല്ല ഉറങ്ങണം, വീട് കെട്ടണം, അത്തരത്തിൽ തോന്നണല്ലോ. ആ തോന്നാണ്ട് വന്നാൽ മാനസിക രോഗമാവും, അത് വിഷമാണ്. അപ്പൊ അത്തരത്തിൽ എന്ത് വേണം, ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തി, ക്രിയാശക്തി. അപ്പൊ എന്താ, 3ലും ശക്തിന്റെ അർത്ഥം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി, സർവാധാര, സുപ്രതിഷ്ഠ, സദസത് രൂപധാരണി. ഇന്നലെ സത്വസത്ത് കാര്യം പറഞ്ഞതാ. അപ്പോ ഈ ഇച്ഛ, ജ്ഞാനം, ക്രിയ, ഈ 3 തരത്തില് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഇത് അന്വേഷിക്കാൻ പോണ്ട. നേരത്തെ പറഞ്ഞു യുഗധർമ്മത്തിലെ അന്ന് ദേവാസുരന്മാർക്കുള്ള ഡിസ്റ്റൻസും ഇന്നത്തെ ദേവാസുരന്മാരുടെ അവസ്ഥ. അപ്പോ
ഇച്ഛയിലും ക്രിയയിലും, ജ്ഞാനത്തിലും ഇച്ഛയിലും ക്രിയയിലും എന്ത് വേണം? ഈ ശക്തി മൂന്ന് ദിക്കിലും, പഠിക്കേണ്ട ദിക്കിൽ എന്ത് വരണം? നമ്മൾ ഒരു വസ്തുവിന് വേണം നമ്മൾ ഡിറ്റർമിനേറ്റ്, നമ്മൾ അതിനോട് വേണ്ടി മത്സരിച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്താ വേണ്ടേ? നമ്മളെ ബുദ്ധി നന്നാവണം. ബുദ്ധി അല്ലെ? ധാരണ എന്ന് പറയുന്നത്, ധീ എന്ന് പറയുന്നത് ബുദ്ധി. ഊണയിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, പ്രപഞ്ചങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് അല്ലെ? മൃഗങ്ങൾ നമ്മളതിന് വലിയ വ്യത്യാസമില്ല, ആനവർ മാത്രമായാലും ഊണയിക്കലും ഉറങ്ങലും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരെന്തായി കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് മൃഗങ്ങൾക്ക് എന്താ വ്യത്യാസമില്ല? പിന്നെ വ്യത്യാസമില്ല. പിന്നെ അതിന് മേലെ നമുക്ക് എന്താ ഉള്ളത്? പരസ്പരം അവർക്ക് മൃഗങ്ങൾക്ക് എന്താ വ്യത്യാസം? അതിലേക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ അറിയില്ല. അതല്ല, ഊണയിക്കുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്, മക്കൾ ഉണ്ടാവുന്നുണ്ട്, പ്രപഞ്ചങ്ങൾ. അവരെന്തല്ല ജീവിതം ആസ്വദിക്കുന്നില്ല, അവർക്ക് ആസ്വദിക്കാനുള്ള കഴിവുമില്ല. അവർക്ക് അതന്നെ ജീവിതം, അതന്നെ ആസ്വാദനം, പറയില്ല. അത് കഴിഞ്ഞാൽ പുല്ല് കണ്ടാല് പശുവിന്റെ ഇത് കണ്ടിട്ട് ആക്രാമം കാണുന്നില്ലേ? അപ്പോ അതാണ് അവരുടെ ആസ്വാദനം എന്ന് പറയുന്നത് തന്നെ. അതിൽ മേലെ എന്താണ് പുല്ല്, ഏതാണ് പുല്ല്, പുല്ലിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, അങ്ങനത്തെ അവരെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. കൊടുത്താത്തൊന്നും ഇല്ലെങ്കിൽ ഇല്ല, അത്ര. അതാണ് മൃഗപ്രായം എന്ന് പറഞ്ഞാൽ. അപ്പോ അതിനും ആത്മാവും ശരീരവും നമ്മളെ പോലെ ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? വിശേഷ ബുദ്ധിയുടെ സാധനമില്ല. അപ്പോ ഈ വിശേഷ ബുദ്ധിയുള്ള ഈ മനുഷ്യജന്മത്തില്, ദുർലഭം മനുഷ്യ ജന്മം, ഈ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യജന്മത്തില് ഇച്ഛാ, ജ്ഞാനം, ജ്ഞാനം, ഇച്ഛാ, ക്രിയ, മൂന്നെണ്ണത്തില് ജ്ഞാനത്തിന് ബാക്കിയുള്ള പ്രാണികളിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? ധാരണ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അതായത് ബാക്കിയുള്ളവർക്ക് എന്തേയുള്ളൂ? മനുഷ്യ ഭിന്നമായിട്ട് പ്രാണികൾക്ക് ധീ മാത്രമേ ഉള്ളൂ, അവർക്ക് ബുദ്ധി മാത്രമേ ഉള്ളൂ. അത് നമുക്കുണ്ടതുണ്ട്. ആ ബുദ്ധി കഴിഞ്ഞാൽ അടുത്ത എന്താണ്? നമുക്ക് ധരിക്കാനുള്ള ശക്തിയുണ്ട്. അതായത് ഒരു കാര്യം നമുക്ക് ഗ്രഹിച്ചിട്ട് അത് പറയാനും പ്രകടിപ്പിക്കാനും അതിനായ തരത്തിൽ വിനിയോഗിക്കാനുള്ള കഴിവിനാന്ന് പറയുന്നത് ബുദ്ധിയില് വിഷയങ്ങൾ ധരിക്കാനുള്ള ശക്തിക്കാന്ന് പറയാ ധാരണ. ആ ശക്തി തരുന്നതാണ് ധാരണാശക്തി. ആ ധാരണാശക്തിക്ക് വേണ്ടിയിട്ടാണ് അതും ഒരു ശക്തിയുടെ മന്ത്രത്തോടു കൂടിയിട്ടാണ് നമ്മളെ പോലെയുള്ള എല്ലാരും ജീവിക്കേണ്ടത്. എന്തെന്ന്? തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി യഹാ ധിയഹ നഹ അസ്മാകം പ്രചോദയാ. ഏത് തരത്തിലുള്ള ബുദ്ധിയുണ്ടോ, ധിയോ ധിയ, ഏത് തരത്തിലുള്ള ബുദ്ധികളുണ്ടോ നമുക്ക് എന്ത് വേണം? അത് ആ ദേവി. ഏത് ദേവി? സാവിത്രി ദേവി, ഗായത്രി ദേവി. അതും എന്താണ്? നമ്മള് ഇതിൽ തന്നെ മനനാത്രായതേതി മന്ത്ര, അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗാനം ചെയ്യുന്നതോറും, നമ്മൾ ജപിക്കുന്നതോറും എന്തുണ്ട്? നമ്മളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് എന്ത് പറയുന്നത്? അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ചതുർവിംശത്തി അക്ഷര ഗായത്രി, 24 അക്ഷരമുള്ള ഈ ഗായത്രി എന്ന് പറയുന്ന മന്ത്രം നമ്മൾ സൂക്ഷിക്കേണ്ടത് പ്രധാനമായിട്ട് ആവശ്യം എന്താ? അത്രയും വേറെ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, അതിന് ഫലമില്ല. ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരാൾക്ക് എന്ത് കിട്ടുന്നില്ല? ഇപ്പോ സുദർശന മന്ത്രം ജപിച്ചു, ശത്രുദൂത് പോയി. സൂര്യന് മന്ത്രം ജപിച്ചു, ദുഷ്ടഗ്രഹങ്ങൾ പോയി. സ്വയംവര മന്ത്രം ജപിച്ചു, വിവാഹലബ്ധി ഉണ്ടായി. അങ്ങനെ ഓരോ മന്ത്രത്തിൽ എന്ന് പറയുന്നുണ്ട്. പല മന്ത്രങ്ങൾക്കും പല രൂപത്തിലുള്ള ഫലങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ വീടെന്തില്ല? അകരണേ നിങ്ങൾ ചെയ്തില്ല, ആരും നിങ്ങൾ ചോദിക്കാതെ വരുന്നില്ല. ചെയ്തില്ല എന്ന് വെച്ചിട്ട് ആരും ചെയ്ത് ഗായത്രി ഇത്ര ഗായത്രി ചോദിച്ചു ആരും കണക്കെടുക്കുന്നില്ല, ഒന്നുമില്ല. ഇത്ര ലക്ഷം ജപിച്ചാൽ ഇന്ന ഫലം, അതുമില്ല. വിശ്വാമിത്രൻ കണ്ടുപിടിച്ചില്ല, അതാണ്. അതുകൊണ്ടാണ് വിശ്വാമിത്രൻ എന്ന് പേര് വന്നത്. ഈ ലോകത്തിന്റെ തന്നെ മിത്രനാണ് അദ്ദേഹം പറഞ്ഞിട്ടു. എന്റെ ബുദ്ധി നേരാക്കണം എന്നല്ല, എല്ലാവരും ബുദ്ധി നേരാക്കണം എന്ന് പറയുന്നുണ്ട്. നഹ അസ്മാകം, നമ്മുടെ നല്ല ബഹുജനം. അപ്പോ നമ്മുടെ ബുദ്ധി നേരാക്കണം. അതായത് നമ്മുടെ ജ്ഞാനം, നമ്മുടെ ബുദ്ധി, നമ്മുടെ സമൂഹത്തിന്റെ ബുദ്ധി നേരാക്കാൻ ആരാ ജപിക്കേണ്ടത്? നമ്മളെ ജപിച്ച. അപ്പൊ ഇതിൽ ജപിക്കാൻ അധികാരമില്ലാത്തവർ, ജപിക്കാൻ അറിയാത്തവരുണ്ട്. അവർക്കും കൂടി വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ ഡ്യൂട്ടി എടുക്കണം എന്നർത്ഥം. വേറൊരുത്തന്റെ ബുദ്ധി നേരാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാന്നർത്ഥം. നമ്മുടെ ജന്മത്തിലാണ് ആ ഉത്തരവാദിത്വം. അപ്പോ അത്തരത്തിലുള്ള ഗായത്രി, സാവിത്രി, 2 ദേവതകള് ശ്രദ്ധാന്നും മേധാന്നും. അതാണ് ശക്തിയുടെ ആദ്യത്തെ ജ്ഞാനത്തിന്റെ രൂപത്തിൽ. ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം? നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. മറ്റേ ഭാഗത്ത് എന്ത് വേണം? നമ്മുടെ മേധ. അതെന്ത് ചെയ്യണം? മൈ മേധാമയി പ്രജാമയി ഇന്ദ്രിയം ദധാതു മൈ മേധാമയി പ്രജാമയി സൂര്യോഭ്രാജോ ദധാതു. അപ്പോ ഈ മേധാദേവി സരസ്വതി ധീനാമ വിത്രവതു. അപ്പോ ഈ മേധ എന്ന് പറയുന്ന ദേവി എന്താ? സരസ്വതി ദേവി. ഈ ജ്ഞാനത്തിന് നമ്മുടെ ഒരു ഭാഗത്ത് എന്തുണ്ട്? മേധയുണ്ട്, മറ്റേ ഭാഗത്ത് എന്തുണ്ട്? ശ്രദ്ധയുണ്ട്. ഈ ശ്രദ്ധാന്നും മേധാന്നും 2 ദേവതകള്. ശ്രദ്ധയുണ്ടെങ്കിൽ എന്നുള്ള ശ്രദ്ധാവാൻ ലഭതേ കാമ. അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കണം എന്ത് വേണം? അതിനനുസരിച്ച് ജ്ഞാനം വേണം. അതേ റൂട്ടിൽ വർക്ക് ചെയ്യണം, മേധയും വർക്ക് ചെയ്യണം. ഒരേ തരത്തിലുള്ളതാണ്. സെറിബ്രലും 2 ഒരേ നേരെ. 2 കണ്ണ്, 2 മൂക്ക്, 2 ഇല്ലേ? എല്ലാം 2 കിഡ്നി അല്ലേ? ഇപ്പൊ ഹൃദയം 2 ചോദിക്കും. അതിനകത്ത് ആവശ്യമുള്ളൂ. അത് വായുവിനെ പ്രാണരംഗം രക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് അത് വേണ്ട. അപ്പോ ശ്രദ്ധാന്നും മേധാന്നും പറയുന്ന എവിടെയാണ്? ഇന്ദ്രിയങ്ങളില്
വളരെ പ്രധാനമായിട്ട് രണ്ട്, ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ പോരെ, കണ്ണുകൊണ്ട് കാണുന്നില്ല, അല്ലെങ്കിൽ നടുക്കൊരു കണ്ണ്, അങ്ങനെ ചോദിച്ചുകൂടാ. ഒരു ഭാഗത്ത് ശ്രദ്ധയും മറ്റേ ഭാഗത്ത് മേധയും, രണ്ട് ചെവി. അപ്പോ ശ്രദ്ധയും മേധയും കൂടിയെങ്കിൽ എന്താവുള്ളൂ, നമ്മുടെ ജ്ഞാനം കൃത്യമായിട്ട്, അതാണ് ഇതിനെല്ലാം ഈ രണ്ടെണ്ണം കൃത്യമായിട്ട് നമ്മളെ സൃഷ്ടിച്ചിട്ട് കണ്ണ്, മൂക്ക്, കാത്, ഈ മൂന്ന് വസ്തുക്കളാ ഇടാതും പിങ്ങളാതും രണ്ട് നാടികളായിട്ട്, ശ്രദ്ധാന്നും മേധാന്നും രണ്ടേറിയ. അപ്പോ ഭഗവതി ഏത് ജ്ഞാനത്തിന്റെ സ്വരൂപമായിട്ട് നമ്മുടെ തലയില് ഈ ഡാറ്റ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശ്രവണം, മനനം, നിധിധ്യാസ. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാശ്രവ്യ, അത് വേദവചനം പറയണം. അപ്പോ ഈ ദേവത, അതായത് ജ്ഞാനശക്തിയെ നിർണയിക്കുന്ന ധീയിൽ നിന്ന് ധാരണ എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ ആര് സഹായിക്കണം? ജഗദംബികയുടെ മൂകാംബിക വിചാരിച്ചെങ്കിലേ നടക്കൂ, ഇല്ലെങ്കിൽ നടക്കൂല. ജഗദംബികയുടെ മൂകാംബിക വിചാരിച്ചെങ്കിലേ, ആ ശക്തി അതിലുണ്ടെങ്കിലേ ഈ സരസ്വതിക്ക് എന്ത് ചെയ്യാനാവുള്ളൂ? ഈ ജ്ഞാനം എന്ന് പറയുന്ന ഇച്ഛാശക്തി, ജ്ഞാനശക്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ള അർത്ഥം. ആ ജ്ഞാനശക്തി, അതാണ് ഇങ്ങനെയുള്ള ദിക്കിലൊക്കെ വിദ്യാരംഭം മുതലായുള്ള കാര്യങ്ങൾ ദേവീ സന്നിധിയില്, ബാക്കി പല സന്നിധികൾ ഉണ്ടെങ്കിലും വിദ്യാരംഭം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ? ദേവീ സന്നിധിക്ക് തന്നെയാണ് അന്നും ഇന്നും എന്നും വിശേഷം. എന്തുകൊണ്ട്? ഈ ദേവി വിചാരിച്ചെങ്കിലേ നമുക്ക് എന്തുണ്ടാക്കാനാവുള്ളൂ? ഈ ജ്ഞാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണം. ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടിയിട്ടാണെന്ന് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ഈ ധാരണ എന്ന് പറയുന്ന സ്റ്റേജിൽ നിർത്തിയാല് പിന്നെ നമ്മൾ എന്തായി? ഈ ശ്രദ്ധ കൊണ്ട് നമ്മളെ ബുദ്ധീന ധിയ പ്രചോദനം ചെയ്ത് നമ്മളെ മേധയും ശ്രദ്ധയും ഒരുപോലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, അതുവരെ വേണം, അതുവരെ പ്രയത്നിക്കണം. അതുവരെ പ്രയത്നിച്ചാൽ ശ്രദ്ധയുണ്ട്, എന്തില്ല, മേധയിലേക്ക് പോകുന്നില്ല, പാവം എന്ത് ചെയ്യും? ശ്രദ്ധയുണ്ട്, നല്ലോണം കാര്യമായിട്ട് വായി തുറന്നിട്ട് മുഴുവൻ ക്ലാസ് എല്ലാം കേൾക്കുന്നുണ്ട്. കേട്ടിട്ട് ചോദിച്ചാൽ 8 എത്രയാ മോനെ, കൃത്യ 15 ഉത്തരം പറയില്ല, എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനാവില്ല. അപ്പോ അങ്ങനെ വന്നാൽ നമുക്കൊന്നും അതിന് മറുപടിയില്ല. അപ്പോ എന്താണ്? അത്തരത്തിലുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് ഉണ്ടായാൽ എന്താവണമെന്നില്ല, മേധാവി ആവണമെന്നില്ല. മേധാവി ആവണം എന്ത് വേണം? ശ്രദ്ധാവാൻ ലഭതേകാമ. അപ്പോ ശ്രദ്ധയും മേധേനെ ഒരേപോലെ കൂട്ടിക്കൊണ്ടുപോയി നമ്മൾ എന്തായി? രണ്ടാമത്തെ നിലവില് മേധ കൊണ്ട് തന്നെ എന്തായി? മേധയിലേക്ക് എത്തി വിചാരിക്കാം. ഈ ധാരണ കഴിഞ്ഞ് ശ്രദ്ധേനെ മേധേനെ നമ്മളേതായാലും രണ്ട് കുതിരേനാ, ഇങ്ങനെ രണ്ട് കടിഞ്ഞതുണ്ട്, ഇപ്പൊ നമ്മൾ ആ രണ്ട് കയറും കൂട്ടി പിടിക്കുന്നില്ലേ? അതുപോലെ ശ്രദ്ധേനെയും മേധേനെയും ഈ ജഗദംബിക നമ്മളിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് ഇങ്ങനെ പോയത്, നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് പോയത്. ഗ്രഹിക്കാനും അത് അറിയണം, ആ ശ്രദ്ധ കൊണ്ട് അറിയണം. അതുപോലെ എന്ത് വേണം? അതിവിടെ സൂക്ഷിച്ചു വെക്കും വേണം. ആ സൂക്ഷിച്ചു വെച്ചത് അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് എന്തായി? നമ്മുടെ അടുത്ത സ്റ്റേജ് മേധാവി. ആ മേധാവി ആയാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവുള്ളൂ? പിന്നെ ജ്ഞാനശക്തി വന്നാൽ പിന്നെന്തായി? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി, അല്ലെ? ഈ ജ്ഞാനത്തിന്റെ ഭാഗം നമ്മളങ്ങ് നേരെയാക്കി എടുത്താൽ അടുത്തെന്തായി? നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആഗ്രഹിക്കാനുള്ള വകുപ്പുണ്ട്, ഇല്ലേ? ഇപ്പൊ ഒരാൾ പഠിച്ചു കഴിഞ്ഞ് ഉദ്യോഗത്തിന് പോകണം എന്നൊക്കെ പറയുന്നില്ല. അപ്പൊ ഉദ്യോഗത്തിന് ആഗ്രഹിക്കാനുള്ള യോഗ്യത ആയി, അത് യോഗ്യത ഇല്ലാണ്ട് ആഗ്രഹിക്കുന്നത് വരെ കാര്യം. പക്ഷെ എന്നാലും അത് അതിന് അധ്യാസം എന്താ പറയാ? ഞാൻ ഞാൻ ബൃഹസ്പതി ആയി വിചാരിച്ച നിർത്തിയില്ല, ഓനെ പിന്നെ നേരാക്കാൻ ആവുകയില്ല. അപ്പോ അത്തരത്തില് ബൃഹസ്പതി ആണെന്ന് വിചാരിച്ചാൽ പറയും A+ എല്ലാം കിട്ടിയിട്ട് ഒരാൾ ധരിക്കുന്നറിയാം. മുഴുവൻ ഈ ലോകം മുഴുവൻ ഒക്കെ നന്നായിട്ട് അറിയാതെ ധരിക്കുന്നു. അപ്പോ ഈ A+ കിട്ടി 100 എന്നത് എല്ലാവരുടെയും A+ കിട്ടിയെന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിന്റെ നേരെ ചുവട്ടിലെത്തി. എല്ലാവരുടെയും A+ മേലെ എന്തോ കിട്ടിയാൽ ബൃഹസ്പതിയുടെ കൂടെ താമസിക്കാം. അത്തരത്തിലുള്ള പല തരത്തിലുള്ള ഇവരുടെ മേധാവികളാണ്. അതിന് അധ്യാസം എന്താ പറയാ? അത്രയൊന്നും മേധാവി ആയില്ല. എത്ര കുറവുണ്ട്, എത്ര മോഡറേറ്റ് ചെയ്തിട്ടൊക്കെ പിന്നെ ഇവരെ മനസ്സിലാവുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെതായ ചില പ്രശ്നങ്ങളാണ്. അപ്പോ നമ്മള് ഡിറ്റർമിനേഷൻ, നമ്മുടെ പ്രയത്നം, അതില് നമുക്ക് ഈ ദേവി ചെയ്യുന്ന കാര്യങ്ങള്, ഈ അസുരവധം ചെയ്യുന്ന ദേവി ചെയ്യുന്ന കാര്യങ്ങളുടെ തത്വം അതാണല്ലോ. ശ്രദ്ധ, മേധ, ധാരണ കഴിഞ്ഞെന്തായി? നമ്മൾ മേധാവികളായാൽ പിന്നെ നമുക്ക് എന്താ ആഗ്രഹിക്കാൻ? സങ്കല്പത്തിലേക്ക് എത്താനാവുള്ളൂ. അങ്ങനെ സങ്കല്പത്തിലേക്ക് എത്തിയാൽ നമുക്ക് ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ വേണം, ഇന്നതൊക്കെ നമുക്ക് ആഗ്രഹിക്കാനുള്ള വകുപ്പുണ്ട്. ഇത്ര ദൂരം നമുക്ക് രണ്ട് പക്ഷമുണ്ട്. ഒന്നും ആഗ്രഹിക്കുന്നില്ല, നമുക്ക് അദ്ദേഹം ഈ ജഗദംബിക തന്നെ കൊണ്ടുതരും. അതിന് ഞാൻ ന്യായം പറഞ്ഞുതരാം. ആ ന്യായം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പ്രഭാഷണം നിർത്തേണ്ടി വരും. അതെ, അപ്പോ ഇതില് ജഗദംബിക നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുതരുന്നുള്ള ധൈര്യത്തില് ഈശ്വരോ വിചാരിച്ച് അത്ര ധൈര്യം വേണം. ആ ധൈര്യം വേണം. പിന്നെ നമ്മൾ മറ്റേ പാഞ്ചാലിനെ പോലെ ഈ ഇവിടെ പിടിച്ചിട്ട് കൃഷ്ണാന്ന് വിളിച്ചുകൂടാ. രണ്ട് കൈയും പൊക്കാനുള്ള ധൈര്യം വേണം. വസ്ത്രം താഴേക്ക് വീഴുമെന്ന് വിചാരിച്ച് പിടിക്കുകയും ചെയ്യും, ഒരു കൈ വന്ന് കൃഷ്ണാന്ന് വിളിക്കുകയും ചെയ്യും. രണ്ടും കൂടി പറഞ്ഞാൽ പറ്റില്ല, ഏത് ഒന്നേ പറ്റുള്ളൂ. ഒന്നിക്കൽ കൃഷ്ണാന്ന് രണ്ട് കൈയും കൂട്ടി വിളിക്കാം, ധൈര്യം, എന്നാ കൃഷ്ണൻ രക്ഷിക്കും. അത് വിടാനുള്ള ധൈര്യം ഇല്ലാന്ന് പറഞ്ഞാൽ എന്തായി?
നമ്മളെല്ലാം ആ പക്ഷക്കാരാണ്. നമ്മളിപ്പോ കിടി പിടിച്ചോണ്ടുണ്ട് ഇത്ര. നമുക്ക് ചില കാര്യങ്ങളിൽ ദൈവ വിശ്വാസമുണ്ട്, ചിലർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഇല്ല, അതെല്ലാം നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാനുള്ള ധൈര്യം ഒന്നും അത്ര നമുക്ക് നമ്മുടെ മനസ്സ് വളർന്നിട്ടില്ല. പേഴ്സെല്ലാം സൂക്ഷിക്കാണ്ട് എല്ലാം ദൈവം നോക്കിക്കൊള്ളിച്ച് വെച്ചാൽ പേഴ്സ് പിക്ക് പോക്കറ്റായി പോയാൽ മൊബൈൽ പോയാൽ പോയി. ദൈവം നോക്കുക, അത് ദൈവത്തിന് ഉത്തരവാദിത്വമൊന്നുമില്ല. മൊബൈൽ നോക്കാം, ദൈവത്തിന്റെ പണി. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇത് ഈ സറണ്ടർ ആവുക എന്നുള്ളതിന്റെ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, അതിന്റെ ചില ധർമ്മങ്ങളുണ്ട്. ആ തരത്തിൽ എന്ത് വേണം, ഈ സങ്കല്പം എന്ന് പറയുന്ന ദിക്കുന്ന് നമ്മൾ എത്തിയാൽ ഒരു പക്ഷം നമുക്ക് ഇല്ലേ വെച്ചെടുക്കാൻ വരുന്ന കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ ദൈവം നമുക്ക് കൊണ്ടുതരുന്നുള്ള ഒരു പക്ഷം. രണ്ടാമത്തെ പക്ഷം എന്താ, ഒരു മലയോളം ആഗ്രഹിക്കാം, ഒരു മലയോളം നമുക്ക് എന്ത് ചെയ്യാം, ഹിമവാന്റെ അളവ് നമുക്ക് ആഗ്രഹിച്ചാൽ നമ്മുടെ നാട്ടിലെ ചെറിയൊരു കുന്നിന്റെ അളവ് നമുക്ക് കിട്ടും. ഇല്ലേ, ഇപ്പോ നമ്മൾ IAS പോകണം എന്ന് ആഗ്രഹിച്ചു വിചാരിക്കാം, കഷ്ടിച്ചൊരു ബാങ്കിൽ ഉദ്യോഗം കിട്ടിയാലേ അങ്ങനെ വിചാരിക്കാലോ. രണ്ടും നമുക്ക് ധരിക്കാലോ. നമുക്ക് ഏറ്റവും മേലേതിലേക്ക് ആഗ്രഹിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്ന വായിച്ച് തൃപ്തിപ്പെടാം. സന്തുഷ്ടോ ഏനകേനജ്. അങ്ങനെ വെളിങ്ങനെ ആഗ്രഹിച്ചാൽ, ഒരു മലയോളം ആഗ്രഹിച്ചാൽ ഒരു കുന്നെങ്കിലും നമുക്ക് കിട്ടും. ഇല്ല, ഒന്നും ആഗ്രഹിക്കേ വേണ്ട, അല്ല അദ്ദേഹം നോക്കിക്കോളും, അല്ലെങ്കിൽ ജഗദംബിക നോക്കിക്കോളും എന്നിട്ട് കണ്ടിരുന്നാൽ അതും രണ്ട് പക്ഷം എന്താണ്, സ്വീകാര്യമാണ്, അഭികാമ്യമാണ്. അത് രണ്ട് കാര്യങ്ങൾ അടുത്ത ഇതിൽ പറയാം. അപ്പോ ഈ ബുദ്ധി മേധേന നമ്മുടെ അസുര ഗുണങ്ങളെ നശിപ്പിക്കുന്ന ഈ ഉപാസന ശക്തി ഏതൊക്കെ രീതിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഈ തരത്തിലുള്ള പഞ്ചഭൂതാത്മകങ്ങളായിട്ട് ഈ നമ്മളെ ആധാരങ്ങളില് ദേവത സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ദേവത എന്ത് ചെയ്യുന്നുണ്ട്, ഈ ദേവത ഓരോ രൂപത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ദേവത ശ്രദ്ധാന്നും മേധാന്നും രണ്ട് രീതിയിൽ. ആ ശ്രദ്ധയും മേധയും കഴിഞ്ഞാൽ എന്തായി, നമ്മളൊരു വിധം ജ്ഞാനം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആഗ്രഹിക്കാനുള്ള വഴിയായാൽ, പിന്നെ നമ്മൾ എന്തെന്ന് സങ്കല്പം കഴിഞ്ഞാല് കർമ്മമാനസം എന്ന് പറയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ, ദുർഗയിലേക്ക് എത്തണ്ടു. ദുർഗയിലേക്ക് എത്തണം എന്ത് വേണം, മൂന്നാമത്തെ സ്റ്റേജായി. അതാണ് ഇച്ഛാ, ജ്ഞാനം, ക്രിയ. 3 തരത്തിലുള്ള സ്വരൂപത്തില് നമ്മളെന്തായി ശക്തി, നമ്മളെ ശക്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ പവർ, അല്ലെങ്കിൽ നമുക്കിതിൽ സംവിധാനം എന്ത് കൊടുക്കാൻ പറ്റും, ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയാമെന്നാണ്ടായി നമ്മൾ കർമ്മമാനസം. ഒരാൾ ഓരോ തൊഴിലിൽ ഏർപ്പെട്ടിട്ട്, അതാണല്ലോ ആയുധ പൂജ എന്ന് പറയും. ആ ആയുധത്തില് ആ ആയുധം കൊണ്ടുവന്ന് ഉപജീവിക്കുന്നു. ആ ആയുധം എന്തെന്ന് ഒരാൾക്ക്, എനിക്ക് വായിലകാവ് ആയുധം, എനിക്ക് വേറെ പ്രത്യേകിച്ച് ആയുധങ്ങൾ, ആ വായിലകാവും കവടിസം ചെയ്യും. ഈ 2 സാധനം എന്റെ ആയുധം. അതില്ലെങ്കിൽ നല്ല കാര്യം കക്ഷത്തിലാവും. ചിലർക്ക് കമ്പ്യൂട്ടറാണ് ആയുധം, ചിലർക്ക് സ്പാൻഡർ സ്ക്രൂ ഡ്രൈവറൊക്കെ ആയുധം, ചിലർക്ക് അവരവർക്ക് എന്തുണ്ട്, അവരവരെ പ്രവർത്തിക്കുന്നുണ്ട്, ആയുധങ്ങളുണ്ട്. ആ ആയുധം, അതാണ് ആയുധത്തിനെ നമ്മൾ എന്താണ്, ആ ദേവത, ആ ശക്തി, ആ വെപ്പൺ, ആ ഒരു വസ്തുവിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നത്. അതാണ് ഖഡ്ഗം, മുസലം, ഓരോരുത്തർ ഭദ്രകാളി എന്ന് പറയുന്നത്. നമ്മളെ ഭദ്രമായി സൂക്ഷിക്കാൻ ഇത്രയും ആയുധങ്ങൾ ഉണ്ടെങ്കിലേ എന്ത് പറ്റുള്ളൂ, നമുക്ക് തന്നെ ജീവിക്കാനാവുള്ളൂ. നമ്മൾ ആയുധധാരികളാണ്. നമ്മളങ്ങനെ ദേവതേനെ ഒരാളെ പറയുന്നുണ്ട്, ഈ കാളി, ദുർഗ, ഇതൊക്കെ നിങ്ങളെ വല്ലാത്ത ഇത്തരത്തിൽ രൂപങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ രൂപം സൃഷ്ടിച്ചതല്ല, അതിലുള്ള പല ആയുധങ്ങളും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത്. ആ ദേവത നമ്മൾ വേറെ കാണണ്ട, അത് നമ്മളിൽ തന്നെ ഉണ്ട്. ആ ചാമുണ്ഡി ഗണനാഥരുദ്ര സഹിതാം രക്ഷന്തുവാം മാതര എന്ന് പറയുന്ന ദേവത നമ്മളെ ശരീരത്തില് എങ്ങനെയുണ്ട്, മൂലാധാരാം ഉജാരൂഢ പഞ്ചവക്ര സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരജാതി നിഷേധിത. അപ്പോ അങ്കുശം മുതലായിട്ട് ആയുധത്തോടു കൂടിയിട്ട് മൂലാധാരത്തിലും, സ്വാധിഷ്ഠാനാം ഭുജഗത ചതുർവക്ര മനോഹര, 4 മുഖത്തില് ഇത് 4 മുഖത്തോടു കൂടിയിട്ട് നമ്മുടെ തന്നെ ശരീരത്തിലുള്ള സ്വാധിഷ്ഠാനത്തിലും, അതുപോലെ തന്നെ ആജ്ഞാചക്രാന്തലയ ശുക്ലവർണ ഷടാനന, 6 മുഖത്തോടു കൂടിയിട്ട് ആജ്ഞാചക്രത്തിലും, വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന, 3 കണ്ണോട് കൂടിയിട്ട് 3 മുഖത്തോടു കൂടിയിട്ട് ഇവിടെ വിശുദ്ധി ചക്രത്തിലും. അങ്ങനെ ഓരോ തരത്തില് ഓരോ വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന ഘട്ടാങ്കാത് പ്രഹരണ വദനൈക സമന്വിത. അതെ, വിശുദ്ധി ചക്രത്തിൽ ഒറ്റ മുഖത്തോടു കൂടിയിട്ടും അങ്ങനെ ഓരോ ചക്രത്തില് ഓരോ മുഖം രൂപത്തിലും ഓരോ പലതരത്തിലുള്ള ആയുധങ്ങളോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ആരുണ്ട്, ഈ അസുരനെ നിഗ്രഹിക്കാനുള്ള ശക്തിയുള്ള ദേവത അന്വേഷിച്ചു കൊണ്ടാന്നർത്ഥം, നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുണ്ട്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഈ ദേവത എന്താ ചെയ്യുന്നത്, നമ്മുടെ ജ്ഞാനത്തിനെയും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഇച്ഛനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കർമ്മത്തിന്. അതാണ് കർമ്മമാനസം. ആ ധീ, ധാരണ, മേധ, സങ്കല്പം, കർമ്മമാനസം. അങ്ങനെയുള്ള നമുക്ക് എന്തായി, ആ കർമ്മമാനസത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, അവധാനവും കഴിഞ്ഞ് നമ്മളെ ആ പ്രവൃത്തി തന്നെ നമുക്ക് ഏർപ്പെടാൻ പറ്റും. ഒരു വാദ്യം വായിക്കുന്ന ഒരാളുണ്ട്, അയാളത് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ വയലിൻ വായിക്കുന്നുണ്ട്, അയാൾ വയലിൻ വായിച്ചുകൊണ്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളാവുള്ളൂ. അപ്പോ
അതിനേക്കാൾ പുങ്കാനുപുങ്ക വിഷയാനുസവമാണ്. ഒരു വലിയ കുടം, ഇപ്പൊ നമ്മൾ കുച്ചുപുടി ഡാൻസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈ തലയിൽ എന്ത് വെച്ചിട്ടുണ്ട്, വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കരകാട്ടം, അതിന്റെ കാലിന് ചോട്ടില് ഇത് വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുന്നില്ല. ഈ നടി കുംഭത്തിന് തലയിലുള്ള കുടത്തിന് എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അവിടെ കൃത്യം ഡാൻസ് കളിക്കുന്നുണ്ട്, അതവിടെ നിൽക്കുന്നുണ്ട് ഇല്ല, അത് ശ്രദ്ധിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇല്ല, ശ്രദ്ധ നിൽക്കുന്നില്ല. അതിന് നിർത്താനുള്ള ശേമുഷി, ആ നിർത്താനുള്ള കഴിവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ജഗദംബിക അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ നർത്തകോ ആ നർത്തകനോ കൊടുത്തിട്ടുണ്ട്. അപ്പോ അത്തരത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അവധാനികളാവും. അവധാനം എന്ന് പറയുന്ന സാധനം എന്താണ്, അത്രയധികം വിഷയം, അത്രയധികം എന്തുണ്ട് ഇതിന്. ഈ അവധാനം എന്ന് പറയുന്ന പ്രക്രിയ, അവധാനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ആന്ധ്രാപ്രദേശിലും മറ്റൊക്കെ ഉണ്ട്. ഈ അങ്ങനെ നമ്മള് ഒരു വസ്തുവിനെ തന്നെ അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ നമുക്ക് നേരിട്ട് ചെയ്യാനോ പ്രവർത്തിക്കാനോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യിക്കാനുള്ള ശക്തി എന്തുണ്ട്, നമ്മൾ അസുരഗുണങ്ങളൊക്കെ നീക്കിയിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും, ഈ ദേവതക്ക് ചെയ്യാൻ പറ്റും. അപ്പോ അത്തരത്തിലുള്ള ദേവത നമ്മുടെ ശ്രദ്ധേനെയും മേധേനെയും നേരെയാക്കുന്ന ദേവത. ധീ ധാരണ മേധാ സങ്കല്പം കർമ്മമാനസം അവധാനം, ഇനിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം. അങ്ങനെയുള്ള ഈ ഉപാസന, ദേവീയുടെ ഉപാസന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഒറ്റന്നുള്ളൂ, സമാധാനം എന്ന് പറയുന്ന സാധനമുള്ളൂ. ഇതുവരെ ഒരാൾ പറയുന്നില്ലേ, പൈസ കിട്ടിയാൽ സമാധാനമായി, ഉദ്യോഗം കിട്ടിയാൽ സമാധാനമായി, വീട് കിട്ടിയാൽ സമാധാനമായി, പശുവിനെ മേടിച്ചാൽ സമാധാനമായി, കമ്പ്യൂട്ടർ കിട്ടിയാൽ സമാധാനം ഇല്ല, സമാധാനമാവുന്നില്ല. സമാധാനമാവണമെങ്കിൽ എന്ത് വേണം, ഇത്രയും ലെവല് ശ്രദ്ധേനെയും മേധേനെയും കൊണ്ട് നമ്മൾ കർമ്മമാനസം കഴിഞ്ഞ് അവധാനത്തിലേക്ക് എത്തിയിട്ടേ നമുക്ക് എന്താകൊണ്ടു. അതാണ് ആത്യന്തികമായ സമാധാനം എന്ന് പറയുന്നത്. ഓരോ എന്തുള്ളൂ, അയാൾക്കോ അല്ലെങ്കിൽ അവൾക്കോ മാത്രമേ എന്തുള്ളൂ സമാധാനമുള്ളൂ. ഇല്ലാത്തവർക്ക് എന്തില്ല, ഇതിനു വേണ്ടി നമ്മൾ അലഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അസുരൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ അസുരൻ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ആര് പ്രവർത്തിക്കണം, നമ്മുടെ ഉപാസന നമ്മളിൽ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചെങ്കിലേ എന്താവുള്ളൂ, മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരദിത രുദ്രഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. ഈ 3 തരത്തിലുള്ള ഭേദങ്ങൾ എന്താണ്, നമ്മുടെ ജ്ഞാനം അതാണല്ലോ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, ഇച്ഛ അല്ലെ വിഷ്ണുഗ്രന്ഥി വിഭേദിനി അല്ലെ, നമ്മുടെ പ്രവൃത്തികള് അതാണ് രുദ്രഗ്രന്ഥി വിഭേദിനി. ഈ രുദ്രനെയും അതുപോലെ നമ്മളിലുള്ള വിഷ്ണുവിനെയും നമ്മളുള്ള ശിവനെയും, അതായത് നമ്മുടെ സ്ഥിതിയെയും നമ്മുടെ സൃഷ്ടിപരമായിട്ട് കാര്യങ്ങളെയും നമ്മുടെ പ്രവൃത്തിപരമായിട്ട് കാര്യങ്ങളും, ഈ 3 കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്താ, ഒരേ ഒരു ജഗദംബികയാണ്. അത് സരസ്വതി എന്നും ലക്ഷ്മി എന്നും ദുർഗ, നമ്മൾ 3 പേര് വെച്ചിട്ടുള്ള ഈ ദുർഗ അത്രേ വേണ്ടു. നമ്മൾ വിചാരിച്ചാൽ അത്രയൊന്നും പണിയില്ല. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നചേദേവം ദേവോ നഖലു കുശല. നിങ്ങൾ എത്ര കുശലനായിക്കോ, എത്ര സമർത്ഥനായിക്കോ, സ്പന്ദിതുമപി, നിങ്ങൾക്ക് അനക്കാൻ പോലും പറ്റില്ല അല്ലെ. ഈ ജ്ഞാനം ഈ പരമേശ്വരനോട് കൂടിയിട്ട് നിൽക്കുന്നത് ഈ ശക്തിയാൻ നിങ്ങൾ അറിയാണ്ടിരുന്നാൽ എന്തായി, അധസ്ത്വാം ആരാധ്യാം. ഇതന്നെ ഈ ദേവി ഭാഗവതത്തിലുള്ള 1-ാമത്തെ സ്കന്ധത്തിൽ എന്താണ് പറയുന്നത്, മുഴുവൻ എന്താ പറയുന്നത്. അതുകൊണ്ടാണ് നീ നമ്മൾ ആരെല്ലാം ഹരിഹര വിരിഞ്ച്, ഇന്നലെ പറഞ്ഞു ഹരിഹര വിരിഞ്ചൻ, ശിവൻ ഹരി വിഷ്ണു ഹരൻ ശിവൻ വിരിഞ്ചി ബ്രഹ്മ, ഹരിഹര വിരിഞ്ചാത് വിരവി പ്രണന്തും സ്തോതും വാ. അതിനെ പ്രണമിക്കുന്നില്ല, സ്തുതിക്കുന്നില്ല. എന്താ, നമ്മൾ അകൃത പുണ്യന്മാരെന്ന അർത്ഥം. നമുക്ക് പുണ്യമില്ല. നമ്മൾ പുണ്യമുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ഈ ജഗദംബികേനെ ആരാധിച്ചിരിക്കും. ഈ ജഗദംബികയുടെ എന്താണ് കരുണക്ക് പാത്രീഭൂതരായിരിക്കും. അങ്ങനെ ജഗദംബികയുടെ കരുണക്ക് പാത്രീഭൂതരാവണമെങ്കിൽ 1-ാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 3 ന്യായം പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പ്രഭാഷണം ജഗദംബികയുടെ പാതാരം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് നമ്മൾ ആദ്യത്തേനെ നമ്മൾ മർക്കട കിശോരൻ ന്യായം എന്ന് പറയും. നമ്മൾ ജഗദംബികൻ എങ്ങനെ പിടിക്കണം, ഒരു കുരങ്ങൻ ഈ വയറില് അമ്മേന്റെ വയറ് പിടിക്കുന്നവരെ നിങ്ങൾ അമർത്തി പിടിച്ചേക്കണം. പിടിച്ചാൽ എന്തായി, ആ കുരങ്ങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പല മരങ്ങളിൽ നടക്കും. അതിന് മർക്കട കിശോരൻ ന്യായം, നിങ്ങൾക്ക് പാല് കുടിക്കാം, അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാം. പക്ഷെ എന്ത് ചെയ്യണം, ആ പിടി വിടാൻ പാടില്ല. ആ പിടി വിടാണ്ടിരുന്ന് നിങ്ങൾ പോയാൽ പിടി വിട്ടു നിങ്ങൾ താഴോട്ട് വരും, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളൊരു മർക്കടനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ജഗദംബികയുടെ പാതാര ബന്ധങ്ങൾ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ എന്തായി, മാർജാരൻ, അത് കാത്തിരിക്കേണ്ടി വരും, കുറേ നേരം കാത്തുക്കണം. ഈ പൂച്ചയപ്പ വരുന്ന അറിയില്ലല്ലോ, ഇത് മത്സ്യത്തിന്റെ തലയോ അല്ലെങ്കിൽ വേറെ നിങ്ങൾ എടുത്തിട്ടോ ഒരു ഭക്ഷണ വസ്തു എടുത്തിട്ട് ഈ പൂച്ച ആയിക്കൊണ്ടിരിക്കുന്ന അല്ലാണ്ട് ഇതെപ്പ വരുന്ന ആർക്കറിയില്ല, ഈ മാർജാര ഈശ്വരൻ അറിയില്ല.
വരും, വരാണ്ടിരിക്കൂല, നമ്മ വരാണ്ടിരിക്കൂല, ഉറപ്പന്നെ വരും. എപ്പോഴും വരുന്നുള്ളത് അറിയില്ല. അങ്ങനെ അറിയാണ്ട് ആയാലും ഒരു സുപ്രഭാതത്തിൽ ഒരു സമയത്ത് എന്തുണ്ട് എത്തിക്കാനുള്ള ശേഷി ആർക്കുണ്ട്? ഈ ജഗദംബയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു. ആ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജ് എത്തുമ്പോഴേക്ക് എന്തായി? നമ്മൾ ഒരു പടി കൂടി ഡെവലപ്പ് ചെയ്തു. ഒരു പടി കൂടി ഡെവലപ്പ് ചെയ്തു. മത്സ്യകിശോരന്യായി ഒരു മത്സ്യം, വലിയ മത്സ്യമുണ്ട്, കുറെ മത്സ്യങ്ങൾ എന്താവുന്നുണ്ട്, അതിന്റെ പില്ല് നടക്കുന്നുണ്ട്. ഏതോ ഒരു മത്സ്യം, ഇതിലുള്ള ഒരു മത്സ്യം കുട്ടീനെ തിന്നാൻ, അല്ലെ, ചെറിയ ചെറിയ മത്സ്യം വലിയ മത്സ്യം പിടിക്കാൻ വരുമല്ലോ. പിടിക്കാൻ വരുമ്പോ ഈ തള്ള മത്സ്യം നിന്ന് വാലുണ്ടി നാട്ടും, ഒരു സിഗ്നൽ കൊടുക്കും. കൊടുത്താൽ എന്തായി? എല്ലാം ഡ്രം വിളിക്കാം. അതെ, അത്തരത്തില് നമുക്ക് വരുന്നതും വരാണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ അറിയേണ്ടതും അറിയാണ്ടിരിക്കുന്നതും നമുക്ക് എന്താണ്, നമുക്കൊരു ഉദ്ബോധനം പോലെ ആർക്ക് തരാനുള്ള ശക്തിയുണ്ട്? ഇല്ലേ? ആർക്ക് തരാനുള്ള ശക്തിയുണ്ട്? ഈ ജഗദംബയ്ക്ക് ശക്തിയുണ്ട്. അതാ പറയുന്നത്, ചതുർഭി ശ്രീകണ്ഠൈ ശിവയുവതിഭി പഞ്ചഭരവി പ്രഭിന്നാഭി ശംഭോർനവഭരവി മൂലപ്രകൃതി ചതുശ്ചത്വാരിംശത് വസുല കലാശ്രയ ത്രിവലയ ത്രിരേഖാഭി സാർത്ഥം തവ ശരണകോണ പരിണത. അത്തരത്തിലുള്ള ആ ചക്രം എവിടെയുണ്ട്? അന്വേഷിച്ചു പോണ്ട. നമ്മൾ വരച്ചിട്ട് പൂജിക്കുന്ന അതേ ചക്രം നമ്മളെ ശരീരത്തിലുമുണ്ട്, ആധാരങ്ങളുണ്ട്. അവിടെ ജഗദംബയെ കുടികൊള്ളുന്നുണ്ട്. ഈ കലിയുഗത്തില് നമ്മളെ മനുഷ്യ ജനിച്ചിട്ട് അസുര ഗുണങ്ങളെല്ലാം തീർക്കാൻ ആർക്കുണ്ട്? ഈ ദേവതക്കുണ്ട്. ആ ദേവതനെ നമ്മൾ എന്ത് ചെയ്യണം? അത്രേ വേണ്ടു. ഓർമ്മിക്കണം, ഭജിക്കണം, അറിയണം. അത്രേ വേണ്ടു. ഓർമ്മിക്കണം, ഭജിക്കണം, അറിയണം. ശ്രവണം, കീർത്തനം, മനനം, അത്രേ വേണ്ടു. ശ്രോതവ്യ, മന്തവ്യ, നിധിധ്യാസന. അതെന്ത് ചെയ്യണം? അങ്ങനെ അറിയാനുള്ള ഒരു ഭാഗ്യം അതാരാധന, അത് ജഗദംബയെ വേണ്ടതാ, അല്ലേ? അത് അങ്ങനെ ആലോചിച്ചാൽ നമ്മളൊരു അടിയുറച്ച ഭക്തനാന്ന് പറഞ്ഞാൽ ആ ഭക്തി തരാനും ആ ഭക്തി എന്ന് പറയുന്നത്, അല്ലെ, ആ ഭാഗമുള്ളത് ശാന്നാക്കിയാൽ എത്രേ വേണ്ടു. ആ ശക്തി നമുക്ക് തരുന്നത് ആരാ? ആ ഭക്തി, ആ ശക്തി നമുക്ക് തരുന്നത് ആരാ? ഈ ജഗദംബിക ഒറ്റൊരാളാ, വേറെ ആരുമല്ല. എന്തുകൊണ്ട്? ആ അംബികക്കുള്ള ഇതില് സൃഷ്ടിയുടെ ആദ്യകാലത്ത് സ്പന്ദനം ഉണ്ടാക്കാനുള്ള ശക്തി, ആകാശത്തുനിന്ന്, വായുവിൽ നിന്ന്, അഗ്നിയിൽ നിന്ന് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കേണ്ട ശക്തി, നമ്മുടെ ശരീരത്തിലെ ഓരോ രോമകൂപത്തിലും നിൽക്കുന്ന ശക്തി, നമ്മുടെ ശരീരത്തിൽ ആധാരങ്ങളിൽ നിൽക്കുന്ന ശക്തി, നമ്മുടെ ബുദ്ധി, രണ്ട് കണ്ണായാലും കാതായാലും നിൽക്കുന്ന ഈ ശക്തി ദേവതയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഭജിക്കണം, സ്തുതിക്കണം, അറിയണം. അങ്ങനെ അറിയാനുള്ള ഭാഗ്യം ആര് തരണം? ജഗദംബിക എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉപന്യാസം ഒരു ജഗദംബികയുടെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല. ജഗദംബികനെ കുറിച്ച് ഓർമ്മിക്കാനും പറയാനും പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് അലക്കാനും ഉള്ള ഒരു അവസരം തന്നിട്ടില്ല. നമ്മുടെ തന്ത്രി സമാജം ഭാരവാഹികൾക്ക് എന്റെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജഗദംബികയുടെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. നാരായണ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്, ഇന്നലെയും ഇന്നുമായിട്ട്, ദേവി ഭാഗവത്തിലെ സ്കന്ധം 1 വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ ടി.പി. രാധാകൃഷ്ണൻ അവർക്ക് ഉത്തരമേഖല തന്ത്രസമാജത്തിന്റെ പേരിലും TVSRCയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ ഇതേ സമയത്ത് തന്നെ സ്കന്ധം 2 അവതരിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സമയത്ത് തന്നെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശരി, കാണാം.